മലപ്പുറത്ത് ദേശീയപാത തകർന്നതിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കൊടിക്കുന്നിൽ സുരേഷ് എംപി കത്ത് നൽകി. നിതിൻ ഗഡ്കരി സംഭവസ്ഥലം സന്ദർശിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. KR സാജു കൂടുതൽ വിവരങ്ങൾ നൽകും. സാജു, അടിയന്തരമായി തന്നെ കേന്ദ്രമന്ത്രി സംഭവസ്ഥലം സന്ദർശിച്ച് ഒരു നടപടി കൈക്കൊള്ളണം എന്നാണോ കത്തിൽ ആവശ്യപ്പെടുന്നത്? ദിവ്യ, ദേശീയപാത 66 നിർമ്മാണം പൂർത്തിയായ റീച്ചുകളിലാണ് മണ്ണിടിച്ചിലടക്കമുള്ള അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിനാൽ കേന്ദ്ര ഹൈവേ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നേരിട്ട് ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഉന്നതതല അന്വേഷണത്തിന് നേതൃത്വം നൽകണം, അതിന് നിർദ്ദേശം നൽകണം എന്ന ആവശ്യമാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് MP. ഇതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം അപകടങ്ങൾ അതീവ ഗൗരവമാണ്. റോഡിന്റെ തകർച്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്വം കരാറുകാരും ഹൈവേ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധവും അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് എന്നാണ് ഈ കത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് ആരോപിക്കുന്നത്. നേരത്തെ ആലപ്പുഴ ജില്ലയിലും കൊല്ലത്തും സമാനമായി നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയിൽ തകർച്ചയുണ്ടായത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ കരാറുകാരനെ വെള്ളപൂശുന്ന സമീപനവും എടുക്കുകയും യാതൊരു നടപടിയും എടുക്കാതെ ഹൈവേ മന്ത്രാലയം ജനങ്ങളുടെ ജീവന് പുല്ലുവില കൽപ്പിച്ചു ഒത്തുകളിക്കുകയുമാണ് ഉണ്ടായത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. വിഷയത്തിൽ മന്ത്രിയുടെ മേൽനോട്ടവും ഉന്നതതല അന്വേഷണവും അനിവാര്യമാണ്. നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് കൊടിക്കുന്നിൽ സുരേഷ് നിതിൻ ഗഡ്കരിക്ക് കൈമാറിയിരിക്കുന്നത്. ദിവ്യ, കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്ത് നൽകിയിരിക്കുന്നത്.